തിരുവനന്തപുരം നഗരസഭയിലെ BJP കൌൺസിലർ ആർ സുഗതൻ വധശ്രമക്കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ചതോടെ കാപ്പ കേസിൽ ഇളവ് തേടി ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ഹൈക്കോടതി വിധി അനുസരിച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ ഇടക്കാല ജാമ്യം നൽകിയത്. കാപ്പ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സാഹചര്യത്തിൽ ഇടക്കാല ജാമ്യം ലഭിച്ചെങ്കിലും ആർ സുഗതനെ പുറത്തിറങ്ങാനാവില്ല. MG പ്രതീഷ് ഉണ്ട്. പ്രതീഷ്, അപ്പോൾ 2 കേസുകളിൽ ജാമ്യം ലഭിച്ചു. പക്ഷേ കാപ്പ കേസ് പ്രതിയാണ്, ജയിലിൽ തന്നെ തുടരേണ്ടി വരും. പക്ഷേ ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടി ആണിപ്പോൾ BJP തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സുഗതൻ പുറത്തു വരുന്നത് സുഗതന് കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടുന്നതൊന്നും BJPക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. അപ്പോൾ BJPയും ഒപ്പം സുഗതനും നടത്തുന്ന നിയമപരമായ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും പ്രതീഷ്? ഷിഹാസ്, BJPയെയും സുഗതനെയും സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഹൈക്കോടതി തീരുമാനം. കാരണം വധശ്രമ കേസിലാണ് നെടുമങ്ങാട് കോടതി ഇടക്കാല ജാമ്യം ഇന്നലെ സുഗതന് അനുവദിച്ചത്. പക്ഷേ ഇടക്കാല ജാമ്യം കിട്ടിയെങ്കിൽ പോലും സുഗതന് ജയിൽ മോചിതനായി ഈ പുറത്ത് ഇറങ്ങണമെങ്കിൽ ഹൈക്കോടതിയുടെ ഇളവ് വേണം. കാരണം കാപ്പ ഉപദേശക സമിതി 6 മാസത്തെ കാപ്പ തടവ് ശരിവച്ചിരുന്നു. ഈ കാപ്പ തടവിൽ ഇളവ് അനുവദിക്കേണ്ടത് ഹൈക്കോടതിയാണ്. നെടുമങ്ങാട് കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം കിട്ടിയതോടുകൂടി തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നിലവിൽ BJPയുടെയും സുഗതന്റെയും തീരുമാനം. ഈ നെടുമങ്ങാട് കോടതിയുടെ വിധി ചൂണ്ടിക്കാട്ടി സത്യപ്രതിജ്ഞ ചെയ്യാനും കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനും അനുമതി തേടിക്കൊണ്ടായിരിക്കും ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ ഹൈക്കോടതി ഇളവ് അനുവദിക്കുകയാണെങ്കിൽ ഈ സത്യപ്രതിജ്ഞ സുഗതന് ചെയ്യാൻ കഴിയും. മറിച്ചാണെങ്കിൽ BJPയെ സംബന്ധിച്ചും തിരിച്ചടിയാകും. കാരണം ഈ ഇത്ര കാലാവധിക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ സുഗതൻ അയോഗ്യനാകും. ഒപ്പം കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അയോഗ്യത ഒരു സുഗതന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. നെടുമങ്ങാട് കോടതിയിൽ നിന്നൊരു ആശ്വാസ തീരുമാനം ഉണ്ടായെങ്കിൽ പോലും കർശന വ്യവസ്ഥകളോടെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 1 ദിവസത്തേക്കാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ സുഗതന് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം ഉൾപ്പെടെ തുലാസിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി തീരുമാനത്തെ വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് BJPയും. ശരി, MG.